അപ്പോൾ ഓണത്തിൻ്റെ ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഓണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇത്. പൂരാടം ഉത്രാടം ദിനങ്ങളിൽ ഞാനും അമ്മയും കൂടി ഒന്ന് പാലക്കാട് ടൗണിൽ പോയിണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോയത്. പണ്ട് കുട്ടിക്കാലത്ത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ IRDP മേളയ്ക്കൊക്കെ പോയ ഒരു ഓർമ്മ. ഓണം എന്ന് പറഞ്ഞാൽ അന്നൊരു ഉത്സവമായിരുന്നു. കാരണം ഇങ്ങനത്തെ മേളകൾക്കൊക്കെയാണ് പലതരം എന്താ പറയുക, ഈ വില്ലേജിലുള്ള ആളുകൾ ഉണ്ടാക്കണ പലതരം സാധനങ്ങൾ, അല്ലെങ്കിൽ പല സ്ഥലത്തുനിന്ന് വന്ന നല്ല രുചികരമായിട്ടുള്ള സാധനങ്ങളുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ കൈത്തറി, എന്താ പറയുക, ഹാൻഡ്ലൂം പട്ടുകൾ, പിന്നെ അതുപോലെ ചെരുപ്പുകൾ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്തോ കയറിലോ എന്തിലൊക്കെയോ ഉണ്ടാക്കണ ഒരു തരം ചെരുപ്പൊക്കെ അന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടി വാങ്ങുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഓണത്തിൻ്റെ ശരിക്കും പറഞ്ഞ ഓർമ്മകൾ. IRDP മേളയ്ക്ക് പോയതും പിന്നെ ചിലപ്പോൾ സർക്കസൊക്കെ ആ സമയത്ത് വരാറുണ്ട്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇത്തവണ ഓണം നല്ല മഴയായിരുന്നു. ഇത് പാലക്കാട് കോട്ടമൈതാനം, എല്ലാവർക്കും അറിയുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ എന്താ നല്ല നടക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഹനുമാൻ്റെ അമ്പലമുണ്ട്. ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ടൗണിൽ. തിരക്കുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ തിരക്കുണ്ടായിരുന്നു. പൂ മാർക്കറ്റ് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ വഴിയോര കച്ചവടക്കാർ കുറേ പൂ, ഇങ്ങനെ ഇഷ്ടം പോലെ പൂക്കളായിരുന്നു. ഏത് തരം പൂ വേണോ പൂക്കൾ അങ്ങനെയായിരുന്നു. കുറച്ച് വില കൂടുതലുണ്ടായിരുന്നു. അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഇത് സീസണാണല്ലോ. അപ്പോഴല്ലേ അവർക്കും കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മഴ ഒന്ന് വല്ലാണ്ട് പെയ്ത പാവങ്ങൾ, അവർക്കൊക്കെ നല്ല കഷ്ടമായിരിക്കും. അങ്ങനെ ഞാൻ ഓരോ സ്ഥലത്തുനിന്ന് എല്ലാവർക്കും ഇത്തിരി ഇത്തിരി കച്ചവടമൊക്കെ കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഓരോ സ്ഥലത്തുനിന്ന് കുറച്ച് കുറച്ച് പൂക്കളായിട്ട് വാങ്ങി. നല്ല രസമായിരുന്നു. കാരണം റോട്ടിലാണെങ്കിൽ പോലീസൊക്കെ ഉണ്ടായിരുന്നു. കാരണം വാഹനങ്ങളെ കൺട്രോൾ ചെയ്യാനും പറയാൻ പറ്റില്ലല്ലോ. ഉത്രാടം അല്ലെങ്കിൽ പൂരാടം ഈ ദിവസങ്ങളിലൊക്കെ പൊതുവേ നല്ല തിരക്കായിരിക്കും. എല്ലാവരും ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ്, ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഞാൻ കുറച്ച് മുല്ലപ്പൂ വാങ്ങി. പിന്നെ ജമന്തി, കുറച്ച് റോസ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് റോസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി. പിന്നെ കുറച്ച് മുല്ലപ്പൂ. അപ്പോൾ മുല്ലപ്പൂവിനൊക്കെ നല്ല വിലയാണ്. എന്നാലും നമുക്ക് വേണമല്ലോ, ഓണായിട്ട് നമുക്കൊന്നും കുറയ്ക്കാൻ പാടില്ലല്ലോ, അങ്ങനെയല്ലേ പറയുക. എന്താ പറയുക, സമ്പൽ സമൃദ്ധിയുടെ ഒരു നാളല്ലേ. ഏതൊരാളും എങ്ങനെയുള്ള ആളാണെങ്കിലും, അത് പൈസ ഉള്ളവനാണെങ്കിലും ഇല്ലാത്തവനും ഓണം വളരെ നന്നായി ആഘോഷിക്കും നമ്മുടെ നാട്ടിലല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കുക. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഷോർട്സ് അധികം ചെയ്തിട്ട് ഇങ്ങനെ എന്താ പറയുക, ഹൊറിസോണ്ടൽ ആംഗിളിൽ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം യൂട്യൂബ് ഇപ്പം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അധികം ആയിട്ടില്ല. ഇനി ഒന്ന് ശീലിച്ച് വരണം ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ ടൗണിലൊക്കെ ഒന്ന് നന്നായിട്ട് കറങ്ങിയതപ്പോൾ പാലക്കാട് ടൗൺ ആ കോട്ടമൈതാന ഭാഗം തന്നെയാണ് കേട്ടോ ഇത്. ചില ഭാഗങ്ങൾ തിരക്കുണ്ട്, ചില ഭാഗങ്ങൾ തിരക്കില്ല. അങ്ങനെ ഞങ്ങളൊരു ഓട്ടോയിലാണ് പോയത്. ഞങ്ങളുടെ തന്നെ ഒരു ഓട്ടോ ചേട്ടനുണ്ട് അവിടെ. പുള്ളിക്കാരനാണ് ഞങ്ങളെ ടൗണിൽ, ഞാൻ ബോംബെയിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവിടെയും കൊണ്ടുപോവുക. കാരണം നമുക്ക് ഓട്ടോയിലാവുമ്പം അവർ നിർത്തും, നമുക്ക് വേണ്ട സ്ഥലത്ത് പോവാം. അപ്പോൾ നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ല. അപ്പോൾ എന്തുണ്ടെങ്കിലും പുള്ളിക്കാരനാണ് വരിക എല്ലാവിടെയും കൊണ്ടുപോകാനും ഒക്കെ. അപ്പം ഞാനിങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഒന്ന് കുറച്ച് കാര്യങ്ങൾ കണ്ട്, പിന്നെ കുറച്ച് കടല, ഈ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ കടല പൊരിച്ചതെന്നാണ് പറയുക, കടല വറുത്തത് ആക്ച്വലി, കപ്പലണ്ടി എന്ന് പറയും. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഞാൻ അമ്മയോട് പറയായിരുന്നു എനിക്ക് ഒത്തിരി തരൂ, കാരണം അമ്മയ്ക്ക് അതൊന്നും വേണ്ട. അപ്പം ഞാനിങ്ങനെ അമ്മയുടെ നിന്ന് എടുക്കുകയാണ് കുറച്ച് കപ്പലണ്ടിയൊക്കെ വറുത്തത്. അപ്പം ഞങ്ങളൊരു നല്ലൊരു ടൈമിൽ നല്ല രസമായിരുന്നു. അമ്മയും ഞാനും കൂടി ഒന്ന് കറങ്ങി, ഞങ്ങളൊന്ന് പോയിട്ടൊരു കോഫിയൊക്കെ കുടിച്ചു. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം അത്യാവശ്യം ഷോപ്പിംഗ് ചെയ്യാനുണ്ടായിരുന്നു. പൂക്കളും പിന്നെ കുറച്ച് പപ്പടം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ പാലക്കാട് ടൗൺ കുറേ നാളിന് ശേഷം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അങ്ങനെ ഓണം തലേന്നൊന്നും അങ്ങനെ പോകാറില്ല ടൗണിലേക്കൊന്നും. ഇത്തവണ ഓൾറെഡി എല്ലാം പ്ലാൻഡ് ആയിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയിട്ട് പിന്നെ മെയിൻ പരിപാടി നമുക്ക്, ഞങ്ങൾ ഓൾറെഡി തീരുമാനിച്ചതാണ് തലേ ദിവസം, ഉത്രാടത്തിൻ്റെ ദിവസം പാലട അല്ല ശർക്കര കൊണ്ട് വീട്ടിൽ തന്നെ അട ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു എല്ലാത്തിനും ഞാൻ ഉണ്ടാവും, കാരണം അമ്മയ്ക്ക് എല്ലാത്തിനും ഒന്നും പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മുടെ അവിടെ സഹായത്തിനായി നിൽക്കുന്ന ചേച്ചിയാണ് ഈ ചേച്ചി. പറഞ്ഞാൽ പുഷ്പ ചേച്ചി എനിക്കൊരു എന്താ പറയുക, ഞാൻ ജനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഉള്ളൊരു ചേച്ചിയാണ് കേട്ടോ. എൻ്റെ ചേട്ടന്മാരെയൊക്കെ നോക്കിയ ചേച്ചിയാണ്. പിന്നെ കുറേ നാളിന് ശേഷം നമ്മുടെ അവിടെ തന്നെയാണ് കല്യാണം കഴിഞ്ഞ് പോയത്. പിന്നെ കുറേ നാളിന് ശേഷം അച്ഛന് വയ്യാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിളിച്ചപ്പോൾ ചേച്ചി വരാമെന്ന് പറഞ്ഞു. നമ്മുടെ വീട്ടിൽ തന്നെ ഒരു അംഗമാണ്. ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ കരുതുന്ന ചേച്ചി. അപ്പോൾ ചേച്ചി വാഴയൊക്കെ റെഡിയാക്കി തന്നു. പിന്നെ ഇത് എന്താ ഉത്രാടത്തിൻ്റെ അന്ന് രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നല്ല ഒന്നാന്തരം ഇഡ്ഡലിയും ശർക്കര ഉപ്പേരിയൊക്കെ നമ്മൾ വറുത്തത് ഞാൻ ഷോർട്സിൽ ഇട്ടായിരുന്നല്ലോ.
അപ്പം ഞാൻ എന്തായാലും ഉത്രാടല്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മുണ്ടും വേഷ്ടിയൊക്കെ ഉടുക്കാനൊരു മടി. അപ്പം എന്നാലും ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കല്ലേ എന്ന് വെച്ചിട്ട് എന്തോ ഒരു ടീഷർട്ടിൻ്റെ മീതെ ഞാനൊരു മുണ്ട് നേരിയത് ഞാൻ ജസ്റ്റ് ഉടുത്തിരിക്കുകയാണ്. ഓണത്തിൻ്റെ ഒരു ഫീല് വരണ്ടേ, പ്രത്യേകിച്ച് നമ്മൾ ഈ ശർക്കരപ്പേരിയും പിന്നെ ഇങ്ങനത്തെ പഴനുറുക്കൊക്കെ കഴിക്കുമ്പോൾ. അപ്പം നമ്മുടെ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു അത്തം തൊട്ടിട്ടുള്ള ഓണത്തിന് ഞങ്ങളുടെ ഭാഗത്തൊക്കെ ശരിക്കും പണ്ട് അമ്മയുടെ തറവാട് പട്ടാമ്പി പള്ളിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ചെമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലം, കൊപ്പം ചെമ്പ്ര വള്ളുവനാട് ഭാഗത്ത്. അപ്പം ഞങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാ വെച്ചാൽ, എൻ്റെ ചേട്ടൻ്റെ മോനാ, ഞാൻ എന്തോ ഉണ്ടാക്കുമ്പോൾ ഇടയിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു നീ ഒന്ന് ഹായ് പറയുന്നുള്ളത്. അപ്പം നമ്മുടെ ഭാഗത്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയുക ഗ്രാൻഡായിട്ടുള്ളൊരു ഓണാഘോഷമാണ്. ഈ ഭാഗത്ത് വള്ളുവനാട് ഭാഗത്തൊക്കെ അത്തം തൊട്ടിട്ട് തന്നെ എന്താ പറയുക നമ്മൾ തൃക്കാക്കരപ്പനെ വെക്കും, മാതേരി വെക്കുക എന്നുള്ളൊരു ഇതുണ്ട് അത്തം തൊട്ടിട്ട്. അത് ആദ്യത്തെ ദിവസങ്ങളിൽ വാഴയിലയിലല്ല വെക്കുക, പിന്നെ അങ്ങോട്ട് പോകുമ്പോഴാണ് വാഴയിലയിൽ വെക്കുക. അല്ലെങ്കിൽ എന്തോ അമ്മ പറഞ്ഞിരുന്നു, അങ്ങനെയാണ്. എനിക്ക് അങ്ങനെ ഓർമ്മയില്ല, കാരണം തറവാട്ടിൽ അങ്ങനെ ഞാൻ കാര്യമായിട്ട് ഓണം ആഘോഷിച്ചിട്ടില്ല. പിന്നെ അച്ഛന് നിർബന്ധമായിരുന്നു വീട്ടിൽ തന്നെ വേണം എന്നുള്ളത്, അതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് ഓണം ആഘോഷിച്ചിരിക്കുന്നത്. പക്ഷേ എൻ്റെ കുറച്ച് ഓർമ്മകളൊക്കെ ഞാൻ പറയാം. ഈ അടപ്പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശർക്കരയിൽ ഉണ്ടാക്കിയ അടയാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പോഴൊക്കെ വാങ്ങാൻ കിട്ടേണ്ട വലിയ അട, പക്ഷെ എന്നാലും ഞാനും അമ്മയും വിചാരിച്ചു എന്തായാലും വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ, കാരണം ഇത്തവണ എനിക്ക് 2 ചേട്ടന്മാരാണ്. മൂത്ത ചേട്ടന് അവൻ്റെ ചേട്ടൻ്റെ മോൻ്റെ എന്താ പറയുക മെഡിസിൻ അഡ്മിഷൻ കിട്ടിയോണ്ട് AFMC ആം ഫോഴ്സ് മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് അവർ പൂനെയിൽ പോയിരിക്കുകയാണ്. രണ്ടാമത്തെ ചേട്ടനും അവരുടെ വെഡിങ് ആനിവേഴ്സറി ഒക്കെയാണ്, അവരും യാത്രയിലാണ്, വരാൻ പറ്റിയില്ല. അപ്പം ഞാനും അമ്മയും അച്ഛനും പിന്നെ എൻ്റെ ചേട്ടൻ്റെ മോനും ഞങ്ങൾ മാത്രമേ ഓണത്തിനുള്ളൂ. ഓണം പൊതുവെ എല്ലാവരും അവനവൻ്റെ വീട്ടിലാവുമല്ലോ. അപ്പം ഞാൻ എന്തായാലും അച്ഛന് സുഖമില്ലാത്തതുകൊണ്ടും പിന്നെ അച്ഛൻ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എന്തായാലും വരാം. അപ്പം അമ്മ പറയായിരുന്നു നീ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളിതൊന്നും ഉണ്ടാക്കില്ലായിരുന്നു എന്ന്. അപ്പോൾ എനിക്കെന്തോ ഒരു നിർബന്ധം, കാരണം അച്ഛൻ ഓണം എന്ന് പറഞ്ഞാൽ അച്ഛൻ അതൊരു വലിയ ആഘോഷം തന്നെയാണ്, എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പം എന്തായാലും നമ്മൾ അങ്ങനെ തന്നെ ആഘോഷിക്കാമെന്ന് കരുതി. അപ്പം ഞങ്ങളിങ്ങനെ അട ഉണ്ടാക്കണ തിരക്കിലാണ്. അടയാണെങ്കിൽ അമ്മ അരി വറുത്ത് പൊടിച്ച് പിന്നെ നന്നായിട്ട് അതിനെ പരത്തി നമ്മൾ വരഞ്ഞ് അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കുക, ചുടുവെള്ളത്തിലിട്ടിട്ട്. അപ്പം എന്തായാലും ഒട്ടും കുറയ്ക്കണ്ടെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ അടയുടെ പണിത്തിരക്കിലായിരുന്നു. അപ്പം അമ്മ ഞാനും ഇങ്ങനെ ഓരോന്ന് വർത്താനം പറയാം, നമുക്ക് ഈ എന്താണ് ഇന്ന് അട ഉണ്ടാക്കി കഴിക്കണം, പിന്നെ നാളെയാണെന്നുണ്ടെങ്കിൽ രാവിലേക്ക് അട നേദിക്കണം, തൃക്കാക്കരപ്പൻ അട നേദിക്കണം മാതേരിന്. അപ്പം അതിൻ്റെ ചടങ്ങുകൾ എന്തൊക്കെയാണ്, ഓരോ കാര്യങ്ങൾ ഞാൻ അമ്മയോട് ഇങ്ങനെ ഓർത്തെടുത്ത് ചോദിക്കുകയായിരുന്നു. പിന്നെ അത് അട ഞങ്ങൾ എന്തായാലും വെള്ളത്തിലിട്ടു. അപ്പം നല്ല രസമായിട്ട് ഇങ്ങനെ ഊർന്ന് വരുന്നുണ്ടായിരുന്നു അട. അപ്പം ഈ അടയാണെന്നുണ്ടെങ്കിൽ ചെറുതല്ലല്ലോ, നമ്മൾ കുറച്ചും കൂടി വലുതാക്കിയിട്ടല്ലേ ചെയ്യുക. പക്ഷെ എന്ത് രസമല്ലേ ഇതൊക്കെ വീട്ടിലുണ്ടാക്കി കഴിക്കണ ഒരു ഫീലിംഗ്. ആക്ച്വലി കഴിക്കേണ്ട ആവശ്യമില്ല, അത് നമുക്ക് ഉണ്ടാക്കുമ്പോൾ കിട്ടണ ഒരു സംതൃപ്തി ഇല്ലേ, അത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംതൃപ്തി തന്നെയാണ് അല്ലേ, സ്വന്തമായിട്ട് പ്രത്യേകിച്ച് ചെയ്യുമ്പം. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മുടെ പഴയ പാരമ്പര്യമൊക്കെ ഇങ്ങനെ അതേപടിക്ക് കൊണ്ടുപോകണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പുറത്തൊക്കെയാണ്, അവിടെയാണെങ്കിലും ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും അറിയാം, ഞാൻ ഓണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എല്ലാം വീട്ടിലുണ്ടാക്കണം എന്നുള്ളൊരു നിർബന്ധമുള്ള ആളാണ് ഞാൻ. എനിക്ക് പൊതുവേ എൻ്റെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അങ്ങനെയൊക്കെ കുറച്ച് നിർബന്ധ ബുദ്ധികളുണ്ട് എനിക്ക് തോന്നുന്നത്. അതൊക്കെ എൻ്റെ അച്ഛൻ്റെ നിന്നോ അല്ലെങ്കിൽ എൻ്റെ അച്ഛമ്മയുടെ നിന്നൊക്കെ കിട്ടിയതാവും തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും അതെനിക്ക് സംതൃപ്തി തരുന്നൊരു സംഭവങ്ങളായതുകൊണ്ട്. പിന്നെ നമുക്ക് വയ്യാത്ത അവസ്ഥകൾ, കാരണം ഇന്നത്തെ പ്രത്യേകിച്ച് നമ്മുടെ ജനറേഷൻ ആണെങ്കിലും അമ്മയച്ഛന്മാരുടെ അത്രയൊന്നും നമുക്ക് ഒരു എനർജി ഒന്നുമില്ല അവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി വരണ ജനറേഷനൊന്നും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ള ഒരു എന്താ പറയുക പ്രതീക്ഷയുമില്ല. വളരെ കുറച്ച് പേരുണ്ടാവുകയായിരിക്കാം. പക്ഷെ എന്നാലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയല്ലേ. അപ്പോൾ അതുകൊണ്ട്, കാരണം അടയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കണവരുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറവായിരിക്കും അല്ലേ ശരിക്കും. അപ്പോൾ എന്തായാലും ഞങ്ങൾ നല്ല ഹാപ്പി ആയിരുന്നു, കാരണം ഇങ്ങനെ ഒരു അട ഉണ്ടാക്കാൻ പറ്റിയല്ലോ എന്നുള്ളത്. അപ്പോൾ അമ്മയോട് ഞാൻ പറയായിരുന്നു അടയായി കഴിഞ്ഞു, അമ്മ അതിനൊന്ന് റെഡിയാക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എടുക്കണ്ട, ഞാൻ തന്നെ അത് കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ, കാരണം ഇതെന്തായാലും നമുക്ക് ഊറ്റിയെടുക്കണമല്ലോ. അപ്പോൾ അമ്മ എടുത്ത് ആ ഭാഗത്തേക്കേ വരണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അടയൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്തിട്ട് പിന്നെ അത് ശർക്കരയിലിട്ടിട്ട് നന്നായിട്ട് അത് ശർക്കരയായിട്ട് ചേർന്ന് വരണം. പിന്നെ നാളികേരപ്പാൽ ചേർത്തിട്ട്, പക്ഷെ അത് ഉണ്ടാക്കി കഴിഞ്ഞാണ്ടല്ലോ ഒരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ അടയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട്, ഇതൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ആക്ച്വലി ലോങ് വീഡിയോ അങ്ങനെ എഡിറ്റ് ചെയ്തിട്ടൊക്കെ അങ്ങനെ ചെയ്ത് വരണേ ഉള്ളൂ.
അധികം ഷോർട്സാണ് ഇടാറുള്ളത്. പക്ഷേ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയോണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ലോങ് വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ അത് കണ്ടില്ലേ, ശർക്കര പാനി ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നു. അതിലേക്ക് നല്ല മട ചേർത്തിട്ട് അതിനെ നന്നായിട്ട് ഇളക്കി ഇളക്കി, നല്ല ശർക്കരയായിരുന്നു. പ്രത്യേകിച്ച് നാട്ടിൽ കിട്ടുന്ന ശർക്കരയൊക്കെ നല്ല ശർക്കരയാണ്. ഞങ്ങളുടെ ഇവിടെ അത് വെല്ലമാണ്, ശരിക്കും വെല്ലം എന്നാണ് പറയുക. ഒരു എന്താ പറയുക, ഒരു ക്യൂബ് പോലെ ഉണ്ടാവുന്ന ഒരു സംഭവം. അപ്പോൾ അത് നന്നായിട്ട്, പിന്നെ അതിൽ നാളികേരപ്പാലൊക്കെ ചേർത്തു ഞങ്ങൾ. ചേർത്തിട്ട് അതിനെ കുറുക്കി കുറുക്കി, അപ്പോൾ ഇത്തിരി വെള്ളം വന്നുവെന്ന് തോന്നി. അപ്പോൾ ഇത്തിരി അരിപ്പൊടി ചേർത്തു, കാരണം ഒന്ന് കട്ടിയിൽ വരണമല്ലോ. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് നമ്മുടെ അവിടെയൊന്നും ഇങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെയൊന്നും ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും പ്ലെയിൻ ആയിട്ട് തന്നെ ആക്കാം. കുറച്ച് എന്താ പറയുക, ഇതിൻ്റെ ഏലക്കായുടെ പൊടി മാത്രം ഇട്ടു. അങ്ങനെ ഗംഭീരമായിട്ട് എന്തായാലും ഞങ്ങൾ സൂപ്പറായിട്ട് എന്തുണ്ടാക്കി, അടപ്പായസം ശർക്കര. പിന്നെ അപ്പോഴേക്കും രാത്രിയാകുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, നേദിക്കാനുള്ള അടയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. കാരണം പൊതുവേ ഇതിൻ്റെ രാവിലത്തെ പൂജ എന്ന് പറയണത് നേരത്തെ ശരിക്കും ഒരു 4 അച്ഛനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് 3:30 4:00 ആകുമ്പോഴാണ് പൂജ ചെയ്യാറുണ്ടായിരുന്നത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്തായാലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അമ്മ നേരത്തെ കടന്നോളൂ, വേഗമൊന്നും എണീക്കേണ്ട, നമുക്ക് കുറച്ച് പതുക്കെ ചെയ്താൽ മതി. കാരണം എന്താ വെച്ചാൽ അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ആ ചേച്ചിയാണെങ്കിൽ ചേച്ചിക്ക് മോണായതുകൊണ്ട് ചേച്ചിയും വീട്ടിൽ പോയി. അപ്പം അമ്മയും ഞാനും അച്ഛനും ചേട്ടൻ്റെ മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ തന്നെ എല്ലാം ഓടി നടന്ന് ചെയ്യണം. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ രാവിലെ എണീറ്റിട്ട് എല്ലാത്തിനും കൂടിയും സമയം കിട്ടുമോ അറിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനും എൻ്റെ ചേട്ടൻ്റെ മോനും രാത്രി തന്നെ ഇരുന്നിട്ട് ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ടു, രാത്രി ഒരു 10-10:30 കൂടി. പിന്നെ അട എന്തായാലും റെഡിയാക്കിയിട്ട് വേവിച്ചങ്ങോട്ട് വെച്ചു എന്നുണ്ടെങ്കിൽ രാവിലെ മതിയല്ലോ. പിറ്റേ ദിവസം രാവിലെ ഞാനൊരു 5 മണിയാകുമ്പോഴാണ്, 5 മണിക്ക് ഞാൻ എന്ത് ചെയ്തു, വേഗം അവിയൽ ആദ്യം അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചു. കഷ്ണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിയലൊന്ന് വേഗം ഉണ്ടാക്കി. അവിയലുണ്ടാക്കി കഴിഞ്ഞിട്ട് പഴം വേവിക്കലും, പിന്നെ ഇപ്പോൾ ഇത് അവിയൽ ഉണ്ടാക്കിയത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ്. ഞങ്ങളുടെ ഇവിടുത്തെ സ്പെഷ്യൽ, ഈ ഭാഗത്ത് പാലക്കാട് ഭാഗത്ത് ഉണ്ടാക്കണം അവിയൽ. പിന്നെ ഇത് നമ്മുടെ ഒന്നാം തരം പഴം നുറുക്ക്, നല്ല സൂപ്പർ നേന്ത്രപ്പഴമായിരുന്നു. അപ്പോൾ അത് രണ്ടും റെഡിയാക്കി. പിന്നെ നമ്മുടെ അടയും റെഡിയാക്കി. പിന്നെ ഞങ്ങൾ പൂക്കൾ, ഞാൻ പറഞ്ഞ പോലെ പൂക്കളം തലേന്നാൾ തന്നെ നമ്മൾ ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ അതത്ര വലിയ പണി ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മയുടെ വക അണിയാൻ അമ്മയെക്കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അമ്മ അണിയണത് ഒന്ന് പഠിക്കണം എന്നുള്ളത്. ഇത് നമ്മൾ കോലം വരയ്ക്കണ പോലെയല്ല, എനിക്ക് പറ്റില്ല. എനിക്കിങ്ങനെ അരിമാവ് കൊണ്ടൊന്നും എത്ര ശ്രമിച്ചാലും എനിക്ക് അമ്മയുടെ രീതിയിൽ അണിയാൻ പറ്റില്ല. അത് അമ്മയ്ക്ക് തന്നെ പറ്റുള്ളൂ. ഞാൻ മാക്സിമം ചെറുതായിട്ടൊക്കെ ഞാൻ ബോംബെയിൽ ശ്രമിച്ചിട്ടുണ്ട്. കാരണം അവിടുത്തെ ഓണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫ്ലാറ്റിലല്ലേ അണിയുള്ളൂ. ഫ്ലാറ്റിൽ നമ്മുടെ ബാൽക്കണിയിലായിരിക്കും നമ്മൾ കൂടുതലും അണിയുക. പക്ഷെ അമ്മ ഇവിടെ ഗംഭീരമായിട്ട് വിശദീകരിച്ചിട്ട് അണിഞ്ഞു. ഇത് കണ്ടില്ലേ, ഇതാണ് ഇങ്ങനെ അണിഞ്ഞിട്ട്. പിന്നെ നമ്മൾ മാതേരൊക്കെ വെച്ചിട്ട്, അപ്പം പണ്ടൊക്കെ എങ്ങനെയാ വെച്ചാൽ അച്ഛൻ്റെ തറവാട്ടിൽ നിന്ന് ശരിക്കും പണ്ട് അച്ഛന് നിർബന്ധമായിരുന്നു മണ്ണ് ഇവിടെ കൊടുന്നിട്ട് അവിടുന്ന് ഒരാൾ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ മാതേരുണ്ടാക്കും. അതെന്ന് പറഞ്ഞാലും എങ്ങനെയാ വെച്ചാൽ അത്തം തൊട്ടിട്ട് വെക്കില്ലെങ്കിലും മൂലം തൊട്ടിട്ട്, അതോരോ കണക്കുണ്ട്. ഓഡ് നമ്പേഴ്സാണ്. മൂലത്തിന് 3, പൂരാടത്തിന് 5, ഉത്രാടത്തിന് 7, അങ്ങനെ കൂടിയിട്ട് വരികയാണ് ചെയ്യുക. പിന്നെ നിരക്ക് അങ്ങനെ ഗേറ്റ് വരെ മാതേര് വെക്കും. അപ്പം എന്താ വെച്ചാൽ പ്രജകളും പിന്നെ മഹാബലി ആ ഒരു ഇതിൽ. പിന്നെ മെയിൻ മഹാബലിക്ക് കിരീടം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അമ്മിക്കല്ല്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചായിരുന്നു കേട്ടോ. എനിക്ക് പൂർണ്ണ രൂപത്തിൽ അങ്ങോട്ട് ഓർമ്മ വരണില്ല. പക്ഷെ അന്ന് അതൊരു ഫെസ്റ്റിവലായിരുന്നു. കാരണം എന്താ വെച്ചാൽ നാട്ടിൽ നിന്ന് മണ്ണ് കൊടുത്തിട്ട് വൈകുന്നേരം ഒരു സന്ധ്യ നേരത്താണ് മൂപ്പര് ഉണ്ടാക്കാൻ തുടങ്ങുക, വരണ ആൾ. അത് ഞങ്ങൾ കുട്ടികൾക്ക് കാണാൻ നല്ല രസമായിരുന്നു. അതെങ്ങനെ ഉണ്ടാക്കുക. എന്നിട്ട് ഞങ്ങളും ആ മണ്ണൊക്കെ ഇങ്ങനെ എടുത്ത് കുഴച്ചിട്ട് നമ്മളും ഇങ്ങനെ ഉണ്ടാക്കാനൊക്കെ കൂടായിരുന്നു നമുക്ക്. എന്നിട്ട് എൻ്റെ ഏട്ടനൊക്കെ ശരിക്കും പറഞ്ഞാൽ അസലായിട്ട് മാതേര് ഉണ്ടാക്കും കേട്ടോ, നന്നായിട്ട് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അതൊരു രസമായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ മണ്ണ് കൊണ്ടുവരൽ ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചിട്ട് അവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുവരാൻ തുടങ്ങി. നമ്മൾ വണ്ടിയെല്ലാം റെഡിയാക്കും, ഉണ്ടാക്കി കൊണ്ടുവരിക, അങ്ങനെയായിരുന്നു കുറേ കാലം ചെയ്തിരുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു റീസെൻ്റ്ലി ഒരു 3 കൊല്ലം മുമ്പ് വരെ അങ്ങനെ ചെയ്തിരുന്നു. പിന്നെ അതിന് അവിടുത്തെ ഉണ്ടായിരുന്ന ആൾ ഇപ്പം ഇല്ല. അപ്പോൾ കൊണ്ടുവരാനും ഒന്നും ആളില്ല. അപ്പോൾ നല്ല ബുദ്ധിമുട്ട്. അപ്പോൾ ഇത്തവണ എന്തായാലും അമ്മ പറഞ്ഞു നമുക്ക് വേണ്ട, പൂട്ടാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എന്തായാലും നമുക്ക് നമ്മളുടെ ഒരു പാരമ്പര്യം ഇങ്ങനെയെങ്കിലും നമുക്ക് കാത്തു സൂക്ഷിക്കണ്ടേ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, മാതേര് വാങ്ങി. ആക്ച്വലി നല്ല മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ നല്ല മാതേര് കിട്ടി. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അന്ന് ഉണ്ടാക്കണ ആ ഒരു രീതിയിലുള്ളതല്ല ഇപ്പോൾ കാണാൻ പറ്റണത്. എന്നാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ. എന്നിട്ട് എനിക്കറിയാവുന്ന രീതിയിലെല്ലാം ഞാൻ പൂജിച്ചു. അടയും പിന്നെ അതുപോലെ തന്നെ പഴനുറുക്കും എല്ലാം വെച്ചിട്ട് ഞങ്ങൾ നന്നായിട്ട് പൂജിച്ചു. ചേട്ടൻ്റെ മോനും അവനും ശരിക്കും നല്ല ഓടി നടന്നിട്ട് എല്ലാം ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗംഭീരമായിട്ട് പൂജിച്ചിട്ട്
അച്ഛൻ എന്തായാലും അച്ഛനോട് പറഞ്ഞു, കാരണം അച്ഛന് വന്നിരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അച്ഛനോട് പൂജയൊക്കെ കഴിഞ്ഞു പറഞ്ഞു. ഞാൻ അന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അച്ഛൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. അപ്പോൾ അച്ഛൻ പറയായിരുന്നു എനിക്കും ഒന്ന് കാണണം എന്നുണ്ട് എന്നുള്ളത്. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടോ അന്ന് രാവിലെ, അതെന്തായാലും മുടക്കിയില്ല, അമ്മയും ഞാനും കൂടി ഇതൊക്കെ കഴിഞ്ഞിട്ട്. കാരണം ഞങ്ങൾ ഇനി വന്നാൽ എന്തായാലും റെഡി ആയിട്ട് ഉണ്ടാക്കാൻ റെഡിയാണ്. അമ്പലത്തിൽ പോയി വന്നിട്ട് ഇതാ പിന്നെ ഇതാ അച്ഛനെ നോക്കണ ആളാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ദൈവതുല്യം തന്നെ പറയാം. അച്ഛൻ ഇത്രയും കാലം അമ്പലത്തിൽ എന്താ പറയുക ട്രസ്റ്റി ആയിട്ട് ജോലി ചെയ്തതിന് ദൈവം തന്നൊരു എന്താ പറയുക വരം എന്നാ പറയില്ല. അവരൊന്നും എത്ര പറഞ്ഞാലും എനിക്ക് സത്യം പറഞ്ഞാൽ ശരിക്കും പറയാൻ വാക്കില്ല. ഞാനൊക്കെ അവിടെ അങ്ങനെ ധൈര്യത്തോടെ നിൽക്കണത് ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ, അച്ഛനിങ്ങനെ സഹായിക്കാൻ. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും അറിയുണ്ടാവും. നമ്മുടെ അവിടെ പഴവും പപ്പടവും അടയും പിന്നെന്താ ശർക്കരപ്പേരി വറുത്തപ്പേരി ഇതൊക്കെയാണ്. ഇഡ്ഡലി ദോശയൊന്നും ഉണ്ടാവാറില്ല പൊതുവേ. നമ്മൾ പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു കേട്ടോ, ഇതെന്താ ഇവിടെ ഇങ്ങനെ എല്ലാ വീട്ടിലും ഇഡ്ഡലിയും ദോശയാവില്ല, ഇവിടെ മാത്രം എന്താ. ഇപ്പം സത്യം പറഞ്ഞതൊക്കെ കഴിക്കാൻ ഇങ്ങനെ കൊതിയാണ്. അന്ന് ആ പറഞ്ഞതൊക്കെ ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. ഈശ്വര, ഇതൊക്കെ ഇങ്ങനെ കിട്ടാനുള്ള ഒരാഗ്രഹം. എനിക്ക് തോന്നുന്നത് പ്രായമാവും തോറും നമുക്ക് ഇങ്ങനത്തെ ഭക്ഷണത്തോടൊക്കെ കൂടുതൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പം അങ്ങനെ ഗ്രാൻഡായിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ പണിപ്പുരയിലേക്ക് അങ്ങോട്ട് കയറി. പിന്നെ ഒരു നിർത്തലില്ലല്ലോ, കാരണം എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കണം, ഒന്നിനും സമയമില്ല. അവിയൽ മാത്രമേ ആയിട്ടുള്ളൂ. കാളൻ അമ്മ റെഡിയാക്കുന്നുണ്ട്. പിന്നെ എരിശ്ശേരി, പിന്നെ അതുപോലെ പൈനാപ്പിൾ പച്ചടി, പിന്നെ കായത്തോല് മെഴുക്കുവരട്ടി ഇതുണ്ട്. പിന്നെ ഞങ്ങളുടെ വള്ളുവനാടൻ ഭാഗത്ത് കുറേ വറവുകളുണ്ട്. ചേന, പിന്നെ പഴുത്ത പഴം വറുത്തത്, പിന്നെ അതുപോലെ എന്താ പറയുക പയറ് വറക്കൽ, അങ്ങനെ കുറേ വറവുകളുണ്ട് കേട്ടോ. അത് ഈ ഭാഗത്താണ് ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതലും. പിന്നെ പായസം പാലടയാണ് അന്ന് ഉണ്ടാക്കണത്. പിന്നെ അമ്പലത്തിൽ തിരുവോണ നാളിൽ എപ്പോഴും എന്തെങ്കിലും വഴിപാടുണ്ടാവും. അപ്പം അങ്ങനെ അവിടുത്തെ പഞ്ചാര പായസം ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് വിഭവങ്ങൾ. ഇത് കുറച്ച് ഇന്നലത്തെ പറഞ്ഞാൽ ഉത്രാട നാളിൽ മറ്റേ പായസമായിരുന്നു, ശർക്കര കൊണ്ടുള്ള പാലട. പിന്നെ സാമ്പാർ, എരിശ്ശേരി, അവിയൽ, ഓലൻ ഞങ്ങളുടെ നാട്ടിൽ ഇളവനും മത്തനും മാത്രമായിട്ടേ ഉണ്ടാക്കുള്ളൂ. നാളികേരപാലൊന്നും ഈ വള്ളുവനാട് ഭാഗത്ത് യൂസ് ചെയ്യാറില്ല. പിന്നെ അത് പഴം കൊണ്ടുള്ളൊരു കറിയാണ്. അച്ഛൻ അതിനെ അമ്മാന്തിക്കറി എന്നാണ് പറയുക, പണ്ട് എൻ്റെ അച്ഛമ്മ. പഴവും എന്താ പറയുക തൈരൊക്കെ കൂടി അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സംഭവം. അത് അമ്മ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരുന്നു. പിന്നെ കാളനും അമ്മ ഉണ്ടാക്കി. ബാക്കി അവിയലും പൈനാപ്പിൾ പച്ചടി, ഓലൻ, എരിശ്ശേരി ഇതൊക്കെ ഞാനാണ് ഉണ്ടാക്കിയത്. എന്തായാലും ഞങ്ങൾ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ ആ ചേച്ചി എല്ലാം കഷ്ണം നുറുക്കിയിരുന്നു. പിന്നെ ഞങ്ങളുടെ ഊണ് പിന്നെ ഒന്നും നോക്കിയില്ല, വിശന്നിട്ട് പിന്നെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കാരണം രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്ന് ഉച്ചയ്ക്ക് എന്തായാലും ഒരു എക്സൈറ്റ്മെൻറ്റാണ് ആ സദ്യ ഉണ്ടാകുന്നത്. അതും സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിശപ്പ് തീരുന്ന പറയുക. പക്ഷെ അന്ന് എന്തോ എനിക്ക് ശരിക്കും നന്നായിട്ട് കഴിക്കണം എന്നുണ്ടായിരുന്നു. എന്നാൽ ഈ പറഞ്ഞു വന്നപ്പോൾ ഇത്രയും വിഭവമുള്ളതുകൊണ്ടൊന്നും അധികം കഴിച്ചില്ല. ഞാനും ചേട്ടൻ്റെ മോനും പിന്നെ അമ്മയും കൂടി ഞങ്ങൾ മൂന്നാളും കൂടിയാണ് കഴിച്ചത്. അച്ഛൻ പ്രത്യേകിച്ച് പറഞ്ഞു, നിങ്ങളുടെ കഴിഞ്ഞിട്ട് എനിക്ക് തന്നാൽ മതി, ആദ്യം നിങ്ങൾ കഴിക്കൂ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞങ്ങളൊരു 1 മണിയോടുകൂടി തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കേട്ടോ. പിന്നെ പായസം അതെനിക്ക് നിർബന്ധമാണ്, ഇലയിൽ തന്നെ കഴിക്കണം എന്നുള്ളത്. ഇലയിൽ കഴിക്കേണ്ട ഒരു സ്വാദ് വേറെ അല്ലേ പായസത്തിൻ്റെ. എൻ്റെ കോലൊക്കെ ഒന്ന് നോക്കിയ ഈശ്വര, ഞാനിങ്ങനെ ക്ഷീണിതയായി. കാരണം രാവിലെ തൊട്ട് ഓടില്ല. പിന്നെ പാത്രങ്ങളും ഞങ്ങൾ തന്നെ കഴുകണം. അന്ന് ആരുമില്ല സഹായത്തിന്, എല്ലാവർക്കും ഓണത്തിൻ്റെ തിരക്കാണ്. പിന്നെ അത് അച്ഛനമ്മ ഊണ് കൊടുക്കുകയാണ്. അതും അച്ഛന് ഭയങ്കര നിർബന്ധ ബുദ്ധി, എങ്ങനെ തന്നെ വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും അച്ഛൻ ഹാപ്പി ആയിട്ട്, എനിക്ക് അച്ഛൻ്റെ ആ സന്തോഷം ശരിക്കും കാണാൻ പറ്റി. എന്താ പറയുക, എനിക്കിത് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് കഴിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഓണം. നിങ്ങളും എല്ലാവരും ഓണം നന്നായി ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു. ഇത് കുറച്ച് പിക്ചേഴ്സ് ഞാൻ എടുത്തത് എൻ്റെ പുതിയ സാരിയും പിന്നെ അച്ഛൻ്റെ കൂടെയും പിന്നെ അതുപോലെ തന്നെ അമ്മയുടെയും ചേട്ടൻ്റെ മോൻ്റെയും കൂടെ. അപ്പോൾ ഞാൻ ഇനിയും ലോങ് വീഡിയോസ് ഇടാം. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടിയും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. ഓണം കഴിഞ്ഞു, ശരിക്കും പിറ്റേ ദിവസമാണെന്ന് ഞാൻ അപ്ലോഡ് ചെയ്യണത്. വീണ്ടും കാണാം അടുത്ത വീഡിയോയിലൂടെ. ബൈ.